ഇതാദ്യമായി അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡാർക്ക് ഈഗിൾ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ അവർ വിന്യസിച്ചിരിക്കുന്നു. ഈ മിസൈൽ വിന്യസിച്ചത് മാത്രമല്ല ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ മിസൈലുകൾ ചൈനയ്ക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത ഈ ഇറാനെതിരെയുള്ള ആക്രമണം അമേരിക്ക നിർത്തിവെച്ചത് ആയുധങ്ങളുടെ കുറവ് മൂലമാണ് എന്നൊരു വാർത്ത വന്നിരുന്നു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നും ആക്രമണമൊന്നുമില്ല. പക്ഷേ ചൈനയ്ക്കെതിരെ ഒരു യുദ്ധം ഉണ്ടാകാമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഈ പൊടുന്നനെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ മിസൈലുകൾ പസഫിക് ദ്വീപായ ഗുവാമിൽ ആണ്. ഗുവാം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സൈനിക താവളമാണ്. ഈ ദ്വീപ് ജപ്പാന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ജപ്പാനിലും അതുപോലെ തന്നെ ഈ ഗുവാമിലും നോർത്ത് പസഫിക് ഏരിയയിലും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് താവളമുണ്ട്. അവിടങ്ങളിലാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. അഡ്മിറൽ സാമുവൽ ജെ പഹാരയുടെ നേതൃത്വത്തിൽ ഉള്ള 7ാം ഇൻഫൻട്രി ഡിവിഷൻ സൈനികരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ പരിശീലനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. ഇതിന് പ്രധാന കാരണമായി പറയുന്നത് തായ്വാൻ അധിനിവേശം ചൈന നടത്തുകയോ തെക്കൻ ചൈന കടലിൽ US-ഉം ചൈനയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുണ്ട് എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഗുവാം ആയിരിക്കും പ്രധാന കേന്ദ്രം. ഗുവാം കേന്ദ്രീകരിച്ചായിരിക്കും അമേരിക്ക അവരുടെ ആക്രമണം നടത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പോൾ ചൈന അവരുടെ ആന്റി ആക്സസ് ഏരിയൽ ഡിനൈൽ സംവിധാനവും വിന്യസിച്ചു തുടങ്ങിയതായിട്ടുള്ള വാർത്തയുണ്ട്. അതായത് യുദ്ധം കിഴക്കോട്ട് നീങ്ങുന്നു. പടിഞ്ഞാറ് നിന്ന് മധ്യ ഏഷ്യയിലേക്ക് കഴിഞ്ഞ് ഇപ്പോൾ സൗത്ത് ഏഷ്യയിലേക്ക് പതുക്കെ എത്തുകയാണ്. ഇതിനൊക്കെയാണോ ലോകമഹായുദ്ധത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് എന്ന് അറിയില്ല. മിസ്റ്റർ ന്യൂസിന്റെ മലയാളം.